ഹലോ ഗായ്സ്. അപ്പോൾ എൻ്റെ റിച്ചൂട്ടിനെ ഹായൊക്കെ തിന്നുണ്ട് കേട്ടോ. അതെന്താണ്ടേ അമ്മയൊരുങ്ങി നമ്മൾ ഇറങ്ങി ഓട്ടക്കകത്തിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഗോസ്റ്റിലൊക്കെ അമ്പലത്തിലാണ് കേട്ടോ. അങ്ങനെ അമ്മയെ ഹായൊക്കെ തിന്നുണ്ട് നമുക്ക് കേട്ടോ. റിച്ചൂട്ടിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇതാണ്ട് നേരെ വെല്ലുമിച്ചിൻ്റെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. ഇതാണ് നമ്മുടെ വെല്ലുമിച്ചിൻ്റെ വീട് കേട്ടോ. ഇതാണ് നമ്മുടെ വെല്ലുമിച്ചി. ഇതാണ് നമ്മുടെ പൂപ്പിക്കുട്ടൻ. അങ്ങനെ വല്യമ്മച്ചിയും വിളിച്ച് നമ്മൾ നേരെ അവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറിയിരുന്നു. എൻ്റെ ചുട്ട പാവം ഞെരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഗോസ്റ്റിലൊക്കെ ആ അമ്പലത്തിൽ നമ്മളെ ചെറുപ്പാണ്. വല്യച്ഛൻ്റെ ഒക്കെ ചെറുപ്പാണ് കേട്ടോ. അച്ഛൻ്റെ കുടുംബാമ്പലമാണ് ഇത് ഗോസ്റ്റിലൊക്കെ അമ്പലം. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി പ്രസാദമൊക്കെ മേടിച്ചു. രാത്രിയിലെ ഒരു വ്യൂ ആണ് കേട്ടോ അമ്പലത്തിലെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമ്മച്ചിയുടെ ഇളയ മോൻ വന്നു. അവനും കൊച്ചും ഭാര്യയായിട്ടൊക്കെ വന്നു. ഇതാണ് കേട്ടോ നമ്മളെ ആരാധ്യക്കുട്ടി. ഇത് നമ്മുടെ കുട്ടി ആദ്യക്കുട്ടിയാണ് കേട്ടാ. ഹായൊക്കെ തരുന്നുണ്ട് ആദ്യ. ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അവൾക്ക് പറയുന്നത് എനിക്ക്. ഒത്തിരി നേരം ഞാൻ വിളിച്ചപ്പോൾ ആദ്യമൊന്നും വന്നില്ല, പിന്നെ കരച്ചിലായി, പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊക്കെ വന്നു. അങ്ങനെ നല്ല ഉറക്കവും വല്ലാത്തൊരു മൂടായിട്ടിരുന്നായിരുന്നു കേട്ടോ കുഞ്ഞ്. നമ്മൾ അക്കു അക്കു എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് നമ്മുടെ ചുച്ചിപ്പെണ്ണിനെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ നിന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ സാമ്പ്രാണിക്കുറി പോവാന്ന് വെച്ചാൽ പക്ഷേ അപ്പോഴത്തേക്കും അവിടെ അത് അടച്ചു. അങ്ങനെ പിന്നെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളവിടെ അങ്ങനെയൊക്കെ എങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതാൻ്റെ ഓട്ടോയിൽ നമ്മളവിടെ വന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്കും ആ ഒരു വ്യൂ എന്ന് പറയുന്നത് മീനൊക്കെ പിടിക്കാനായിട്ട് കൊച്ചു വെള്ളത്തിൽ പോയി ഒരു മീനൊക്കെ പിടിച്ചു എടുത്തിരുന്നത്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വല്യമ്മച്ചിയുടെ മൂത്ത മോനും ഉണ്ടായിരുന്നു, വല്യമ്മച്ചിയുടെ ചേച്ചിയും ഉണ്ടായിരുന്നു. വല്യമ്മച്ചിയാണ് കേട്ടോ പോകുന്നതും അമ്മയും ചുച്ചുട്ടനും എല്ലാവരും പോയി തൊഴുതു. കൊച്ചു പള്ളിയുണ്ട് അവിടെ കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നൊരു ഇതായിരുന്നു കേട്ടോ. കായലിൽ നിന്ന് മീനൊക്കെ പിടിച്ച് വരുന്നൊരു സമയമായിരുന്നു. നല്ല പച്ച മീനാണ് കേട്ടോ. അപ്പം വിയർത്തിരിക്കുന്ന ഒരു ഫിഷാണ് ഒരു സൈസിൽ. എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അത് നമ്മൾ ദേവൂട്ടിക്ക് ഹായ് ഒക്കെ തന്നു കേട്ടോ. ഈ ഫിഷിൻ്റെ വീട് കിടക്കുന്ന ഫിഷിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ ഇതാ ഞണ്ടിനെയൊക്കെ പിടിച്ചവർ കെട്ടുന്ന രീതിയൊക്കെ കണ്ടോ. നമ്മളൊക്കെ അതൊക്കെ നോക്കി അത്ഭുതത്തോട് നോക്കിയിരിക്കുന്നതൊക്കെ എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വെച്ചുകൂട്ടാൻ പൂച്ചയുടെ പുറക്കെ പോകാനായിട്ടിരുന്നു. ഞാൻ പിന്നെ പിടിച്ച് നിന്ന് ഞാൻ കൊണ്ടുവന്നെടുത്തോട്ട്. ഇതാണ് നമ്മുടെ വലിയ മിസ്റ്റർ ഇളയമോൻ. ഞാൻ അവർ മീൻ മേടിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് ഓട്ടോയിലൊക്കെ കയറി നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരത്തെ വന്ന അമ്പലമാണ് കേട്ടോ ഇത്. അങ്ങനെ അമ്പലത്തിന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നീ അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നേക്കും ബൈ ബൈ.